സൗഖ്യത്തിൻ്റെ തൊട്ടരികെ ഉണ്ടായിരുന്നിട്ടും വിടുതലിൻ്റെ സമീപയായിരുന്നിട്ടും സ്വയം ആ വിടുതലേക്ക് എത്തപ്പെടുകയോ മറ്റൊരാളാൽ ആ വിടുതൽ അനുഭവിക്കാൻ കഴിയുകയോ ചെയ്യാതെ പോയ 38 വർഷം. ആട്ടുവാതുക്കൽ ബെഥേസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളം യെരുശലേമിലുണ്ട്. ആ കുളത്തിൽ 5 മണ്ഡപങ്ങളുണ്ട്. ഈ 5 മണ്ഡപങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. രോഗികളായി വരുന്നവർക്ക് കാത്തിരിക്കാനും അവരുടെ സൗഖ്യത്തിൻ്റെ സമയം എത്തും വരെയും അവർക്ക് വിശ്രമിക്കുവാനുമുള്ള ഇടം. ഈ കുളത്തിനരികെ അനേക രോഗികൾ വന്നിരിക്കുന്നു. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത, അതത് സമയത്ത് ദൂതൻ വന്ന് ഈ കുളം കലക്കും. ദൂതൻ കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന വ്യക്തി ഏത് രോഗം ബാധിച്ചവനാണെങ്കിലും അവന് സൗഖ്യം വരും. ഈ കേൾവിയാൽ ഒരു മനുഷ്യൻ ആ കുളക്കരയിൽ വന്നു. കുളക്കരയിൽ വന്നിട്ട് 38 വർഷമായി, മുടന്തനാണ്. ഈ വ്യക്തിയുടെ അടുത്തേക്ക് യേശു വന്നിട്ട് യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ ചോദ്യം യേശു മുടന്തനോട് ചോദിക്കുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുന്നു, ആ മനുഷ്യൻ മനസ്സിൽ ചിന്തിച്ച് കാണും, എനിക്ക് സൗഖ്യമാകാൻ മനസ്സില്ലെങ്കിൽ ഞാൻ ഈ കുളക്കരയിൽ വന്ന് കിടക്കുമോ? എന്താണ് മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിക്കാനുള്ള ചോദ്യം? അതിൻ്റെ അർത്ഥം എന്താണ്? വന്ന സമയത്ത് കുളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇറങ്ങാൻ സാധിക്കും, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് ഇറങ്ങാൻ സാധിക്കും, എൻ്റെ വിടുതലിൻ്റെ നാളുകൾ വിദൂരമല്ല എന്ന് ചിന്തിച്ചു കിടന്നു. അങ്ങനെ 38 വർഷങ്ങൾ നീണ്ടു പോയപ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹവും ആശയും പ്രത്യാശയും മരവിച്ചു പോയോ? ഇന്നും എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് നിനക്ക് പ്രത്യാശയുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. മുടന്തൻ്റെ മറുപടി, ദൂതൻ കുളം കലക്കുമ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്ക് മുമ്പായി ഒരുത്തൻ ഇറങ്ങിച്ചാടുന്നു. ഈ ഇറങ്ങാൻ പോകുന്ന ഒരുത്തൻ ഇദ്ദേഹം ആദ്യം ഇറങ്ങട്ടെ എന്ന് ചിന്തിച്ച് അവിടെ നിന്നാലും എനിക്ക് സൗഖ്യം ലഭിക്കും. സൗഖ്യം ലഭിച്ച ഒരുവൻ കയറി വന്നിട്ട് എൻ്റെ സൗഖ്യത്തിനായി എന്നെ ഒന്ന് ഇറക്കാൻ അവിടെ കാത്തു നിന്നാലും എനിക്ക് സൗഖ്യം വരും. പക്ഷെ ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല കർത്താവേ. യേശുവിൻ്റെ മറുപടി, ഇനി നീ കുളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടണ്ട, നീ കിടക്കയെടുത്ത് നടക്കുക. നാളുകളായി വിടുതലിൻ്റെ അരികിലെത്തിയിട്ടും വാഗ്ദത്തത്തിൻ്റെ അരികിലെത്തിയിട്ടും അവിടേക്ക് മറ്റൊരാളാൽ എത്തപ്പെടുകയോ മറ്റൊരാളുടെ പ്രാർത്ഥനയാൽ അടുത്തെത്തുവാനോ മറ്റൊരാളുടെ പ്രാർത്ഥനയാൽ ആ വിടുതലിലേക്ക് എത്തപ്പെടാനോ സ്വയം ആ വിടുതലിലേക്ക് എത്തപ്പെടാതെ നാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണോ ഈ മണ്ഡപത്തിൽ? ദൈവം അതിനൊരു വിടുതൽ തരാൻ പോകുന്നു. ഈ നാളുകളിൽ കാത്തിരിക്കുന്ന വിഷയത്തിന് മറുപടി തരാൻ യേശു ആ കുളക്കരയിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.